ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തകർന്ന് തരിപ്പണമായ ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കാനൊരുങ്ങി പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വെള്ളപ്പൊക്ക ദുരിത പ്രവർത്തനങ്ങൾക്കുണ്ട് ഫണ്ട് ശേഖരണം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയും ലഷ്കർ ഭീകരന്മാരാകട്ടെ ഇതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നതാണിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ടാണ് തകർത്ത് തരിപ്പണമായതും. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ സർക്കാർ തന്നെ ഇവ പുനർനിർമ്മിക്കാനുള്ള പണം നൽകി വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ന് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്ക ദുരന്തത്തിലൂടെ അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ ആയി അവിടെ വീർപ്പുമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അവിടുത്തെ ജനങ്ങൾ. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് ഭീകരന്മാരാകട്ടെ പാകിസ്ഥാൻ സർക്കാർ പോലും ഒരു കൂസലുമില്ലാതെ തന്നെ വീണ്ടും ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഒത്താശ ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേന തകർത്ത പാകിസ്ഥാനിലെ മുരുദ്ഗയിലുള്ള ഭീകര കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബ രഹസ്യമായാണ് ഈ പുനർനിർമ്മാണം നടത്തുന്നതെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ലഷ്കർ ഭീകര സംഘടനയുടെ മുഖ്യ പരിശീലകൻ ഉസ്താദ് ഉൽ മുജാഹിദിന്റെ മേൽനോട്ടത്തിലാണ് ഈ പുനർനിർമ്മാണം നടത്തിവരുന്നതും. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും മറ്റും പണം കണ്ടെത്തുന്നതിന് വെള്ളപ്പൊക്ക ദുരിത പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണം എന്ന പേരിൽ ലഷ്കർ ഭീകരർ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തിവരികയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൽ തകർന്ന ലഷ്കർ ഇ തായിബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര കേന്ദ്രങ്ങൾക്ക് പാകിസ്ഥാൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലഷ്കർ ഭീകരർക്ക് 4 കോടി രൂപ നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് ഇതിലൂടെ തന്നെ വെളിവാവുകയാണ് ചെയ്യുന്നത്. മെയ് 7 പുലർച്ചെയിലാണ് മുരുദ്ഗയിലെ മാക്സേബ് ക്യാമ്പസിന് ആ 3 കെട്ടിടങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഈ ആക്രമണം കൊണ്ട് സൂചിപ്പിച്ചതും. അതേസമയം ഇതിനു മുൻപ് മറ്റു വാർത്തകൾ പുറത്തു വന്നതാണ്. അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകരരുടെ ലോഞ്ച് പാഡുകൾ, പരിശീലന ക്യാമ്പുകൾ എന്നിവയെല്ലാം തന്നെ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നത്. പാക് അധീന കാശ്മീരിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭീകര ക്യാമ്പുകളായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെയും ISI പാക് സർക്കാരിന്റെയും പിന്തുണയോടുകൂടി തന്നെ നിർമ്മിക്കുന്നു എന്നത് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. നയതന്ത്ര ശേഖരത്തിന് സമീപം തന്നെ നബീഡ വനമേഖലയിലായിരുന്നു നിരീക്ഷണവും ആക്രമണവും തുടങ്ങാൻ അത് തടുക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയിൽ പാകിസ്ഥാനിലെയും അതുപോലെ പാക് അധീന കാശ്മീരിലെയും ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതത്തിലാകുന്ന രീതിയിൽ അവരെ സഹായിക്കാതെ ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പുറപ്പാടിലേക്ക് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.